വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. രഹോബോവാമിൻ്റെ മരണശേഷം യൂദായിൽ അധികാരമേറ്റ അബിയാം 3 വർഷം മാത്രമേ ഭരിച്ചുള്ളൂ. അവനും തൻ്റെ പിതാവിനെ പോലെ ദൈവകൽപ്പനകൾ ലംഘിച്ചു. അവൻ്റെ മരണശേഷം പുത്രൻ ആസ കർത്താവിൻ്റെ ദൃഷ്ടിയിൽ നീതിപൂർവം പ്രവർത്തിച്ച് യെറുസലേമിൽ 40 വർഷം ഭരിച്ചു. തൻ്റെ ഭരണകാലത്ത് പിതാക്കന്മാർ ആരാധിച്ചിരുന്ന എല്ലാ മ്ലേച്ഛ വിഗ്രഹങ്ങളെയും തച്ചുടച്ചു. ആസ മരിച്ചതിനു ശേഷം തൻ്റെ പുത്രൻ യഹോഷാഫാത്ത് ഭരണമേറ്റു. ഇതേസമയം ഇസ്രായേലിൽ ജെറോബോവാമിൻ്റെ മരണശേഷം മകൻ നാദാബിന് 2 വർഷം മാത്രമേ ഭരിക്കാൻ സാധിച്ചുള്ളൂ. ഇസ്സാക്കർ ഗോത്രത്തിൽപ്പെട്ട അഹിയായുടെ മകൻ ബാഷ അവനെതിരെ ഗൂഢാലോചന നടത്തി അവനെ വധിച്ചു തലസ്ഥാനത്ത് വാണു. രാജാവായപ്പോൾ തന്നെ അവൻ ജെറോബോവാമിൻ്റെ വംശം മുഴുവൻ നശിപ്പിച്ചു. അഹിയ പ്രവാചകൻ വഴി കർത്താവ് അരുളി ചെയ്തിരുന്നത് പോലെ അവൻ്റെ സന്തതികളിൽ ആരും അവശേഷിച്ചില്ല. യൂദാ രാജാവായ ആസായും ഇസ്രായേൽ രാജാവായ ബാഷായും തമ്മിൽ നിരന്തര യുദ്ധം നടന്നു. ബാഷ 24 വർഷം ഭരിച്ചെങ്കിലും അവനും കർത്താവിനെതിരെ തിന്മ പ്രവർത്തിച്ചു. കർത്താവ് യേഹു പ്രവാചകൻ വഴി ബാഷയോട് അരുളി ചെയ്തു, ഞാൻ നിന്നെ പൊടിയിൽ നിന്നുയർത്തി എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ രാജാവാക്കി. എന്നാൽ നീ ജെറോബോവാമിൻ്റെ വഴിയിൽ നടക്കുകയും എൻ്റെ ജനമായ ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച് എന്നെ പ്രകോപിപ്പിക്കുകയും ചെയ്തു. ഞാൻ ബാഷയെയും അവൻ്റെ വംശത്തെയും നിശേഷം നശിപ്പിക്കും. നിന്റെ ഭവനം നെബാരത്തിൻ്റെ മകൻ ജെറോബോവാമിൻ്റെ ഭവനം പോലെയാക്കും. 1 രാജാക്കന്മാർ 16-ാം അധ്യായം 2-3 തിരുവചനങ്ങൾ. ബാഷയുടെ മരണശേഷം അവൻ്റെ മകൻ ഏല ഭരണമേറ്റു. 2 വർഷം ഭരിച്ചു. അപ്പോഴേക്കും അവൻ്റെ സൈന്യാധിപനായ സിമ്രി അവനെ വധിച്ചു അധികാരമേറ്റു. യേഹു പ്രവാചകൻ വഴി ബാഷയ്ക്കെതിരെ കർത്താവ് അരുളി ചെയ്തതുപോലെ അവൻ്റെ വംശത്തെ മുഴുവൻ സിമ്രി നശിപ്പിച്ചു. വിഗ്രഹാരാധന വഴി പാപം ചെയ്തും ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ചും ബാഷായും മകൻ ഏലായും ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ പ്രകോപിപ്പിച്ചതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. പരിശുദ്ധാത്മാവേ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.